ഇത് മാസ് മോട്ടോഴ്സാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ടാണ് നമ്മൾ വണ്ടി കയറ്റിയാണ് കേട്ടോ, വർക്കിന് കയറ്റിയാണ്. അതായത് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് വണ്ടിക്ക് കൂടുതൽ കംപ്ലൈൻ്റ് ആയിട്ട് കാണാം. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യുന്ന സമയത്ത് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. അപ്പോൾ കാർബറേറ്റർക്ക് ഉള്ളിൽ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുള്ളായിട്ട് ബ്ലോക്കാണ്. പിന്നെ ഈ നമ്മളുടെ ഇപ്പോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ യൂസ് ചെയ്യുന്നതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് നിലവിൽ കാർബറേറ്ററിനുണ്ട്. ഈ സ്ലോ ജെറ്റ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെറിയ ഹോളാണ്, അതൊക്കെ അടഞ്ഞിരിക്കുകയാണ്. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ വേറൊരു കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ ഫ്ലോട്ട് വാൽവിൻ്റെ ഒരു സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട്. സാധാരണ രീതിയിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ഫ്ലോട്ട് വാൽവിൻ്റെ ഈ പ്രോബ്ലം കാണിച്ചാൽ നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്തിട്ടാലും പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യത 99%. ഇപ്പം നിലവിൽ നമ്മുടെ വണ്ടി വരുമ്പോൾ വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ പോലും നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് കയറ്റണ സമയത്ത് റിപ്പീറ്റ് ഈ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. കാരണം നമുക്ക് ഇപ്പോൾ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ, ഞാൻ അങ്ങനത്തെ വരാൻ സാധ്യതയുണ്ടോ എന്ന് പുറമേ നിന്ന് നമുക്ക് നോക്കിയാൽ അറിയില്ല, അഴിച്ച് നോക്കിയാൽ തന്നെയാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കാർബറേറ്റർ കംപ്ലൈൻറ്റ് പറഞ്ഞതുകൊണ്ട് നമ്മളത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അഴിച്ച് റീസെറ്റ് ചെയ്യാം, പക്ഷേ നമുക്ക് ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യത വണ്ടിക്ക് നിലവിലുണ്ട്. അങ്ങനെ കംപ്ലൈൻറ്റ് കാണിച്ചാൽ ഈ കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനാണ് നമുക്ക് തരുള്ളൂ. അത് അറിഞ്ഞിരിക്കുക, കംപ്ലൈൻറ്റ് വരും എന്നല്ല, വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട 2 ഐറ്റംസ് കൂടി നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. പൊടി കയറി നല്ല രീതിയിൽ ഫുള്ള് ബ്ലോക്കായി 100% ബ്ലോക്കാണ് എയർ ഫിൽറ്റർ കേട്ടോ. ഫുൾ പൊടി കയറി ബ്ലോക്കായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലംസും കാർബറേറ്ററിന് ഉണ്ടാവും. അപ്പോൾ എയർ ഫിൽറ്റർ അസംബ്ലി നമുക്ക് മാറ്റിയിടണം. കൂട്ടത്തിക്കൂടെ മാറ്റേണ്ടതായിട്ടാണ് ഈ സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞത്. പ്ലഗിൻ്റെ പോയിൻറ്റും ഒരുവിധമായിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിടണം. അതേപോലെ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഈ സ്ലോ ജെറ്റ് മാറ്റി നമുക്ക് പുതിയത് റീസെറ്റ് ചെയ്യണം കേട്ടോ. അത്രയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരുന്നത്. അതിന് ശേഷം നമ്മൾ നോക്കാം, രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചോക്ക് നിർബന്ധമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ചോക്ക് ഇട്ടാൽ തന്നെയാണ് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ പെട്ടെന്ന് സ്റ്റാർട്ടായി കിട്ടുള്ളൂ. ഇത് ചോക്ക് വർക്കിംഗ് അല്ല, അപ്പോൾ ഫുൾ സ്റ്റക്കായി പോയേക്കാണ്. ചോക്ക് കേബിൾ ഇപ്പോൾ മാറ്റി പുതിയതിടാം, പക്ഷേ കേബിൾ മാറ്റിയിട്ടതുകൊണ്ട് കാര്യമില്ല, ചോക്ക് ഉപയോഗിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പുതിയ കേബിളാണെങ്കിൽ പോലും 1 മാസമൊക്കെ ഉപയോഗിക്കാണ്ടിരുന്നാൽ കേബിൾ ഇതേപോലെ സ്റ്റക്കായി പോകട്ടോ. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം എസ്റ്റിമേറ്റ് എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഇട്ടുതരാം. അതിനകത്ത് മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ ജസ്റ്റ് ഞാൻ ഒന്നുകൂടി പറയാം. എയർ ഫിൽറ്റർ മാറണം, അത് 100% ബ്ലോക്കാണ്. പിന്നെ അതേപോലെ തന്നെ കാർബറേറ്റർ ക്ലീനർ വേണം. നമുക്ക് ഈ കാർബണൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഒരു കാർബറേറ്റർ ക്ലീനർ എന്ന് പറഞ്ഞൊരു സ്പ്രേ യൂണിറ്റ് ഉണ്ട്. അത് മേടിച്ചിട്ട് വേണം നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. കൂട്ടത്തിക്കടെ ഈ ജെറ്റ് നമുക്ക് മാറ്റിയിടണം. സ്പാർക്ക് പ്ലഗ് നമുക്ക് മാറ്റിയിടണം കേട്ടോ. ഇത്രയായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ കൂട്ടത്തിക്കടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ചോക്കിൻ്റെ കേബിളും മാറ്റുന്നത്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ കാർബറേറ്റർ ഓവർഫ്ലോ വരാനുള്ള സാധ്യത 90% കേട്ടോ. അങ്ങനെ കംപ്ലയിൻറ്റ് വരുമെന്ന് 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, നമ്മുടെ വായും പോലെയിരിക്കും. ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസംബ്ലി മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ.